ഹായ് മച്ചാമാരെ, നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് കായംകുളത്തുള്ള ട്വിസ്റ്റഡ് പിസ്റ്റൺസ് എന്ന ഷോപ്പിലാണ്. നേരത്തെ ഷോപ്പിൽ വെച്ച് നമ്മൾ ബൈക്ക് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്യുക്കാറ്റി ഡിയാവലും അതുപോലെ തന്നെ കവാസക്കിയുടെ ZX10R റിവ്യൂ ചെയ്തത്. എന്നാൽ ഷോപ്പ് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. നേരത്തെ ഷോപ്പ് എന്ന് പറയുന്നത് MSM കോളേജിന് തെക്കായിരുന്നു, KPC ജംഗ്ഷൻ. പുതിയ ഷോപ്പ് വരുന്നത്, അതായത് നിൽക്കുന്നത് MSM കോളേജിന് വടക്കായിട്ടാണ്, TVS ഷോറൂമിന് തൊട്ട് മുന്നിലായിട്ട്. ഇനി നമുക്ക് നേരെ ഈ ഒരു ഷോപ്പിലോട്ട് കയറിയിട്ട് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നും അതുപോലെ തന്നെ ഇവിടുത്തെ ആക്സസറീസ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ നമ്മൾ കയറി വന്നപ്പോൾ ഷോപ്പിൻ്റെ മുന്നിലായിട്ട് കവാസാക്കി നിഞ്ച ZX14R ഇരിപ്പുണ്ട്. ഇതൊരു ഭീകരനായിട്ടുള്ള ഒരു മിഷനാണ്. അതുപോലെ തന്നെ വണ്ടിപ്രാന്തന്മാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ബൈക്കും കൂടിയാണ് ZX14R. ഈ ഒരു ബൈക്കിനെ നമുക്ക് ബൈക്കുകളിലെ ഹൽക്ക് എന്നൊക്കെ വേണം ഒന്ന് വിശേഷിപ്പിക്കാം. ഇതേ ഇപ്പോഴത്തൊരു ബജാജ് പൾസർ 220F ഇരിപ്പുണ്ട്. ഇത് യൂസ്ഡ് ബൈക്കാണെന്ന് തോന്നുന്നു. ഉള്ളിലായിട്ട് നമുക്ക് ദാണ്ട ഒരു സുസുക്കിയുടെ ഹയാബൂസ ഇരിക്കുന്നത് കാണാം. അതിൻ്റെ ഒരു വർക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോഴും വീണ്ടും ഒരു കവാസാക്കിയുടെ ബൈക്കാണ് ഇരിക്കുന്നത്. കവാസാക്കി Z800. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി കാണുമെന്ന് അറിയത്തില്ല, കാരണം ഇതിൻ്റെ ഫുൾ ബോഡി ഇപ്പോൾ അഴിച്ചു വെച്ചേക്കുവാണ്, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഷോപ്പിലെ മെക്കാനിക്കൽ. പിന്നെ സെയിം C800 തന്നെയായിരുന്നു സോളോംബ്രോയുടെ കയ്യിൽ വരുന്നത്. അതിപ്പോൾ സെല്ല് ചെയ്ത് കണ്ടോ. ഇവിടെ ഒരു മുതലിരിപ്പുണ്ട് കണ്ടോ. ഇതേതാണെന്ന് പറയാമോ? ഭയങ്കര സൈസിൻ്റെ ഫ്രണ്ടിൽ ടയറൊക്കെ. ഇതാണ് ഹാർലി ഡേവിഡ്സൺ സ്പോസ്റ്റർ 1200 cc ബൈക്കാണ്. ഇനി തൊട്ട് പിറകിലായിട്ട് ഒരു ബൈക്ക് ഇരിപ്പുണ്ട്. ഈ ബൈക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇത് നമ്മുടെ സ്ട്രെല്ലിൻ്റെ കയ്യിൽ കാണുന്ന ആ സെയിം ബൈക്ക്, ആ CBR 650R എന്ന് പറയുന്ന CBR 650Rൻ്റെ തൊട്ട് മുന്നേ ഉള്ള മോഡലാണ് ഇരിക്കുന്നത്, CBR 650F. ഇതിൻ്റെ ഫ്രണ്ട് ഫെയറിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് മാറ്റമൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ആ ഒരു ഹോർണറ്റിൻ്റെ ഒക്കെ ഒരു ഹെഡ്ലൈറ്റ് പോലെ തോന്നിക്കും. ഇവിടെ ആയിട്ട് നമുക്കൊരു ഹാർലി ഡേവിഡ്സണിൻ്റെ സ്ട്രീറ്റ് 750 ഇരിപ്പുണ്ട്. തൊട്ട് അപ്പുറത്തായിട്ട് ദാണ്ട ഡ്യൂക്ക് ഇരിപ്പുണ്ട്. ഈ ബൈക്ക് ഏതാണെന്ന് അറിയാമോ? ആർക്കെങ്കിലും മനസ്സിലായോ? ഇതാണ് ട്രയംഫിൻ്റെ ബോണവിൽ സ്ട്രീറ്റ് ട്വിൻ എന്ന് പറയുന്ന ബൈക്ക്. ഇത് ഇപ്പോൾ അഴിച്ചു വെച്ചേക്കുവാണ്. ഫുൾ കണ്ടീഷനിലൊന്നും അല്ല ഇരിക്കുന്നത്. ഈ ഒരു ബൈക്കിൻ്റെയൊക്കെ സൈസ് നോക്കി ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു എൻജിൻ്റെയൊക്കെ ആ ഒരു സൈസും അതുപോലെ തന്നെ അതിൻ്റെ വയറിങ് കിറ്റ് അതൊക്കെ വരുമ്പം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ബിഗ് ബൈക്കൊക്കെ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ നല്ല നല്ല ഷോപ്പുകളിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇവിടെ ആയിട്ടൊരു ബൈക്ക് ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ഏത് ബൈക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊരു ഓൾഡ് ബൈക്കാണ്. ഇതാണ് സുസുക്കിയുടെ RF 400 എന്ന് പറയുന്നത്. 400 cc ആണെങ്കിലും ഇത് ഇൻലൈൻ 4 സിലിണ്ടർ ബൈക്കാണ്. ഇത് 1994 അതുപോലെ തന്നെ 1999 ഉള്ള ഒരു ബൈക്കായിരുന്നു. ഇതിൻ്റെയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എൻജിൻ ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഇവിടെ ആയിട്ട് വെച്ചപ്പോണ്ട് ആ ഒരു ബൈക്കിൻ്റെ എൻജിൻ, അതായത് 4 സിലിണ്ടറാണ്, ചെറിയ ബൈക്കാണെങ്കിലും. ദേ ഈ കാണുന്നതാണ് അതിൻ്റെ എൻജിൻ. ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. 4 സിലിണ്ടർ ഉണ്ടോ നിങ്ങൾ? ഇനി ഇവിടെ ആയിട്ടൊരു ഇടിവെട്ട് ഐറ്റം ഇരിപ്പുണ്ട്. ഈ ബൈക്ക് കണ്ടാൽ മനസ്സിലാവാത്ത ആരും തന്നെ കാണത്തില്ല, കാരണം സൂപ്പർ ബൈക്ക് എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മുടെ ഹയാബൂസ ആയിരിക്കും. ഇത് ഫസ്റ്റ് ജെൻ ഹയാബൂസയാണ്, GSX 1300R. കണ്ടോ, ഭയങ്കര സൈസ് മാസീവായിട്ടുള്ള ഒരു ബൈക്കാണ്. ഇതിനകത്ത് നല്ലൊരു ഓപ്പൺ സൈലൻസറൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഫുൾ സിസ്റ്റം ആണെന്ന് തോന്നുന്നു. നല്ല ഇടിവെട്ട് സൗണ്ടായിരിക്കും ഇതിനകത്തുനിന്ന് വരുന്നത്. ഇതാണ് ഫസ്റ്റ് ജെൻ ഹയാബൂസ, നമ്മൾ ആ ഒരു ധൂം സിനിമയിലൊക്കെ കണ്ടു തുടങ്ങിയ ബൈക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ കൂടെ വന്ന ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. സുബിൻ ബ്രോയും അലി ബായുമാണ്. പിന്നെ വേറൊരാളും കൂടി ഉണ്ട്, ഒരു വണ്ടിപ്രാന്തി. അത് അകത്തിരിപ്പുണ്ട്, നമ്മുടെ കൂടെ വന്നതാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ കയറി ചെക്ക് ചെയ്യാം. ക്രേസി ലോയൽ വണ്ടിപ്രാന്ത് കാരണം ഒരു ഡ്രൈവിംഗ് സ്കൂൾ വരെ നടത്തുന്നുണ്ട്. ഇതേ സോളമൻ വന്നിട്ടുണ്ട്, അവിടെ സോളം വരുന്നുണ്ട്, സൗണ്ട് കേൾക്കാം. അങ്ങനെ സോളം ബ്രോ വന്നിട്ടുണ്ട്. ഇതേ ഈ നിൽക്കുന്നതാണ് നമ്മുടെ സോളം ബ്രോ വന്നത് Z800-നകത്താണ്. ഇത് ബ്രോയുടെ തന്നെ ബൈക്കായിരുന്നു, ഇപ്പോൾ സെല്ല് ചെയ്ത്. ഭയങ്കര ലുക്കിലാണ് ഈ ഒരു ബൈക്ക് ഇരിക്കുന്നത്. ഇതിപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ നമുക്ക് ഈ ഷോപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കാണാം. കണ്ടോ, ഇഷ്ടം പോലെ സൂപ്പർ ബൈക്ക് നിറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് പഡോക്ക് സ്റ്റാൻഡും അതുപോലെ തന്നെ ഹൈഡ്രോളിക് സ്റ്റാൻഡും പിന്നെ ബൈക്കുകളുടെ എക്സോസ്റ്റ് ആക്സസറീസ് എല്ലാം ഇവിടെ തന്നെ നമുക്ക് ലഭ്യമാവുന്നതാണ്. അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് എല്ലാം കിട്ടുന്നതായിരിക്കും. കണ്ടോ, 2 ബ്രദേഴ്സ് ഇരിക്കുന്നുണ്ടോ, കവാസാക്കിയുടെ Z800. നെക്സ്റ്റ് നമുക്ക് ഇവിടുത്തെ പെയിൻറ്റിങ് വർക്ക് ഒന്ന് നോക്കാം. സോളം ബ്രോ ഇപ്പം പെയിൻറ്റ് വർക്ക് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് നമുക്ക് അതും കൂടി ഒന്ന് നോക്കിയിട്ട് വരാം.
ബ്രോ പെയിൻറ്റിങ് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. C800ൻ്റെ മഡ് ഗാർഡാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു മഡ് ഗാർഡിനകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്ക്രാച്ചൊക്കെ ഉണ്ട്. അതാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് പെയിൻറ്റ് വർക്ക് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ തന്നെ അത് കുറച്ച് കോട്ടടിച്ചപ്പോഴത്തേക്കും ഒരു പുതിയ മഡ് ഗാർഡ് പോലെ ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഏതൊരു വാഹനത്തിൻ്റെയും ബോഡി പാർട്സ് ആയാലും ശരി, എന്ത് കാര്യമായാലും ശരി, അതായത് ഫുള്ള് ബൈക്ക് നിങ്ങൾക്ക് പണിഞ്ഞ് നല്ല സെറ്റാക്കിയിട്ട് ഇറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിസ്റ്റഡ് പിസ്റ്റൺസ് ഷോപ്പിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. നിങ്ങൾക്ക് ചിലവ് ചുരുങ്ങിയ രീതിയിൽ തന്നെ ചെയ്ത് കൊണ്ട് പോകാം ഇവിടുന്ന്. ഇപ്പോൾ ഏകദേശം പൂർത്തിയായിട്ട് വരുന്നുണ്ട് പെയിൻറ്റിങ് വർക്ക്. ഇപ്പോൾ തന്നെ കണ്ണാടി പോലെ തിളങ്ങുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് പെയിൻറ്റ് വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി പെയിൻറ്റ് വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് തിളങ്ങി നിൽക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഫേസ് തന്നെ ഇതിനകത്ത് നല്ലപോലെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തിളങ്ങി നിൽക്കുന്നു. അപ്പോൾ അത്രയും നല്ല രീതിയിൽ കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. നിങ്ങൾക്കത് നോക്കുമ്പോൾ തന്നെ അറിയാം, കണ്ടോ, നമ്മളെ തന്നെ ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ കഴിയും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ബാലൻസ് എനിക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ട്, കാരണം സോളോം ബ്രോയുടെ അടുത്തൊക്കെ ചോദിച്ച് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണമെന്നുണ്ട്. ഫോണിൻ്റെ ചാർജ് പോയി ശരിക്കും പറഞ്ഞാൽ, അതാണ് പറ്റിയത്. ഞാൻ ശരിക്കും ഫോണിനകത്താണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ചാർജർ എടുക്കാൻ മറന്നു, ആ ഒരു കാരണത്താലാണ്. അപ്പോൾ നമുക്കത് വേറൊരു ദിവസം വന്ന ഫുൾ വീഡിയോ നമുക്ക് എടുക്കാം. ഇനി നിങ്ങൾക്ക് നേരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏതൊരു വാഹനം, അതായത് ഏതൊരു 2 വീലർ എൻട്രി ലെവൽ തൊട്ട് സൂപ്പർ ബൈക്ക് ആവട്ടെ, നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ വന്ന് സെറ്റാക്കി പണിഞ്ഞ് ഇറക്കിക്കൊണ്ട് പോകാം. എല്ലാവർക്കും ഈ ഒരു ഷോപ്പ് പരിചയപ്പെടുത്തി ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.